ഇന്ന് പത്രത്തിലും ടെലിവിഷനിലൊക്കെ നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു. ഒരു ഡിവൈഎസ്പിയുടെ പരാക്രമത്തിൻ്റെ കഥ. കക്കൂസ് മാലിന്യത്തിൽ കൈയിട്ട് വാരിയ ഡിവൈഎസ്പി. ഗംഭീര ഡിവൈഎസ്പി ആണ് എന്തായാലും. അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് കണ്ടായിരുന്ന അതിഗംഭീരമായിട്ടുണ്ട് എന്തായാലും. ഈ ഒരു സാഹസികത ഇന്നലെ ഈ തിരുവനന്തപുരത്ത് പിണറായിയുടെ വീടിന് മുന്നിൽ പ്രകടനം നടത്തിയ ഈ അക്രമം കാണിച്ചവരെ നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പകുതിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ടപ്പോൾ തോന്നി. കാരണം അത്രമാത്രം വലിയ സംഭവം. ഓട് പൊളിച്ചിറങ്ങുക എന്നുള്ള പരാക്രമം വരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ആദ്യമായിട്ട് 2 പദ്ധതി പ്രഖ്യാപിച്ചു. ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ, രണ്ടൊന്ന് പ്രൊജക്റ്റ് സീറോ. ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്താണെന്ന് ചോദിച്ചാൽ ലഹരി മരുന്നിനെ അമർച്ചയൻ. രണ്ട് പ്രൊജക്റ്റ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈക്കൂലിക്കാരെ പിടിക്കുക. ഇപ്പം ഈ കൈക്കൂലി സംബന്ധിച്ച വിവരം നൽകിയാൽ 5000 രൂപ പ്രതിഫലം വരെ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അപ്പം അങ്ങനെ ഈ ഓപ്പറേഷൻ തൂഫാനെ തുടർന്ന് ഒരുപാട് പേരെ MDMA ആയിട്ട് പിടിച്ചു. അത് പിന്നെ സാധാരണയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രൊജക്റ്റ് സീറോ എന്ന് പറയുന്ന പരിപാടിയിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയതാണ് ഇന്നലെ ചേർത്തലയിൽ നടന്ന സംഭവം. ചേർത്തല DYSP D അനിൽകുമാർ, ഇയാൾ കുറച്ചാളായാലോ നിങ്ങൾ സ്ഥലം മാറി വന്നിട്ട്? അതെ, അപ്പം അത് ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്ഫറിൽ സ്ഥലം മാറി വന്നതാണ്. അപ്പോൾ എന്താണ് ഇത് സംഭവിച്ചതെന്നറിയാം. ഞാനിത് ഇന്നലെ അവിടെ വിളിച്ച് അന്വേഷിച്ചു. ഈ സംഭവം അറിഞ്ഞപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നപോലെ ഇയാളെ പിടിച്ചിട്ടുണ്ട്, ഇയാൾ കെട്ടിടത്തിന് വെളിയിൽ നിന്ന് ചാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അതിന് ശേഷമാണ് നമുക്ക് ആലപ്പുഴയിൽ അറിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ട്, ടോപ്പിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇതിൻ്റെ കഥ എന്നോട് പറയും. അതായത് ഈ ചേർത്തല കേന്ദ്രീകരിച്ച് ടോയ്ലറ്റ് മാലിന്യം, അതായത് കക്കൂസ് മാലിന്യം, കക്കൂസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്ത് മാലിന്യം എടുത്തുകൊണ്ട് പോകുന്നു നിരവധി വാഹനങ്ങളുണ്ട്. ഇവന്മാരുടെ പരിപാടി അറിയാമല്ലോ. ഇവന്മാർ നമ്മുടെ വീട്ടിൽ വന്ന് ഇത്ര രൂപ പറഞ്ഞ് ഈ വാഹനത്തിൽ ഈ സാധനം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവന്മാർ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇത് അഴിച്ചുവിടും. ഇത് ഈ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമാണ്. ഇവന്മാർ ഏറ്റവും വലിയ ദ്രോഹം ഇവന്മാർ ചെയ്യുന്നത്, ഒന്നിൽ ഇവന്മാർ തോട്ടിൽ കൊണ്ടുവിടും, അല്ലെ ഏതെങ്കിലും കുളത്തിൽ കൊണ്ടുവിടും, അല്ലെ ഏതെങ്കിലും റോഡിൻ്റെ സൈഡിലോ വയലിലോ കൊണ്ടുവിടും. അതോടെ ആ നാട് മുഴുവൻ പകർച്ചവ്യാധി. പക്ഷെ അതിന് അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഞങ്ങൾ അണുവിമുക്തമാക്കിയാണ് കൊണ്ട് തട്ടുന്നത്. അത് സത്യമായിരിക്കാം. ഇവരിത് ഈ മാലിന്യം ഇത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അവരെന്തോ ഒരു കെമിക്കൽ കലക്കിയിട്ടാണ് ഈ കൊണ്ട് തട്ടുന്നത്. അപ്പോൾ അങ്ങനെ തട്ടുന്ന ഈ വണ്ടികൾ നിരന്തരമായിട്ട് ചേർത്തല DYSP നേതൃത്വത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കക്കൂസ് മാലിന്യം, ഏറ്റവും കൂടുതൽ കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വണ്ടികളുള്ള ചേർത്തലയിലാണ്. അതപ്പോൾ നിരന്തരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹന ഉടമ, അയാൾക്ക് 10 വണ്ടിയുണ്ട്, അയാളുടെ 4 വണ്ടി ഇയാൾ പിടിച്ചു. ഈ 4 വണ്ടി പോലീസ് പിടിക്കുന്നു, ഈ അനിൽകുമാർ പിടിച്ചു. അങ്ങനെ 4 വണ്ടിക്കാണ്ട് 1,50,000 1 ലക്ഷത്തിന് മേൽ വലിയ തൂക്ക പിഴ ഈടാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ, ഈ വാഹനത്തിൻ്റെ ഉടമ വിചാരിക്കുന്നു DYSPയെ സോപ്പിട്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. അത് നേരെ DYSPയുടെ അടുത്ത് പോകുന്നു, ചെന്ന് ചോദിക്കുന്നു. അപ്പം നേരത്തെ ആരാണ്ടൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് പൈസ കൊടുത്താൽ പിന്നെ പിടിക്കുക തന്നെ. പുള്ളി പറഞ്ഞു, ശരി എത്ര വണ്ടിയുണ്ട്? 10 വണ്ടി. ഓക്കെ, ഒരു 2 ലക്ഷം രൂപ ഞാൻ നേരെ നിങ്ങളെ ഒഴിവാക്കിയേക്കാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിടിച്ചോ, എവിടെ വേണം തല്ലിക്കോ, കുഴപ്പമൊന്നും. പുള്ളി പറഞ്ഞ് അത്ര എടുക്കാമല്ലേ, ഇപ്പോൾ ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം 1 ലക്ഷം രൂപ. ഇപ്പോൾ പല വട്ടം ചർച്ച നടത്തിയിട്ട് ഇതൊരു ധാരണയിലെത്തുന്നു. 1 ലക്ഷം രൂപ പറയുന്നു. ഇന്നലെ 50,000 രൂപയായിട്ട് ചെല്ലാമെന്ന് പറയുന്നു, അഡ്വാൻസ്. അതുമായിട്ട് ഇയാളുടെ താമസ സ്ഥലത്ത് ചെല്ലുന്നു. ഇത് മാർക്ക് ചെയ്ത നോട്ടാണ് വിജിലൻസിന്. അപ്പോഴത്തേക്ക് ഇയാൾ വിജിലൻസിൽ അറിയിക്കും പരാതിക്കാരൻ. മാത്രമല്ല രമേശ് ചെന്നിത്തലയുടെ 5,000 രൂപയും കിട്ടും. 50,000 പോയാൽ എന്താ 5,000 കിട്ടുമല്ലോ. അങ്ങനെ ഇവർ ഈ DYSP താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ഉള്ള രസം, ഇയാൾക്ക് പൈസ കൈമാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് വിജിലൻസ് സംഘം വരുന്നു. ഇയാൾ കാണുന്നു, ഇയാൾ അത് ദൂരെ നിന്ന് കണ്ട് ഇയാൾ 1ാമത്തെ നിലയിൽ ഇയാൾക്ക് മനസ്സിലായി, കാര്യം പോലീസ് ദിവസമായതുകൊണ്ട് ഇവർ വിജിലൻസുകാരാണല്ലോ, ഇയാൾക്ക് അറിയാമല്ലോ. എന്നിട്ട് ഇയാൾ റൂം ലോക്ക് ചെയ്ത് അകത്ത് കയറും. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ മിന്നാര സിനിമയ്ക്കകത്ത് ഒരു സീനുണ്ട്. തിലകനെ ഒരു വലിയ ഭീകരനായിട്ട് പിള്ളേർ ചിത്രീകരിച്ചിട്ട് ഈ പപ്പുവിൻ്റെ മുറിയിലോട്ട് ചെല്ലും. ഡോറ് തുറക്കണമെന്ന് പറയുമ്പോൾ, നിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം, വാള് നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ, തുറക്കൂല്ലടാ പട്ടി എന്ന് പറയുന്നുണ്ട് അകത്ത്. അതുപോലെ ഇയാളെ വിളിച്ചിട്ട് ഇയാൾ തുറക്കുകയില്ല, ഇയാൾ തുറക്കുകയില്ല. പിന്നെ പുള്ളി നോക്കി കഴിഞ്ഞാൽ തുറക്കാതിരിക്കാനും പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ചവിട്ടി പൊളിച്ച്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, വീടിൻ്റെ മേൽക്കൂരയുടെ ഓട് പൊളിച്ചിട്ട് അവിടെ നിന്നെടുത്ത് താഴെ ഓട് പൊളിച്ച് ചാടിയ വഴിക്ക് കാല് ഉളുക്കി. അത് ഉളുക്ക് കാലും വെച്ച് ഇയാൾ ഓടുക. ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് ഓർത്തോണം, കേരള പോലീസ് പ്രൊജക്റ്റ് സീറോ എന്ന് പറഞ്ഞൊരു പരിപാടി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കേസ് മാത്രമോ നാറ്റ കേസാണ്. അതായത് ഇതിന് ഈ വണ്ടിക്ക്
ഇങ്ങനെ കൊണ്ടുവന്ന വണ്ടിക്ക് പോലീസുകാരുടെ ഇടയിൽ പറയുന്നവർ തീട്ട വണ്ടി. അപ്പൊ ഇപ്പൊ പോലീസ് ഗ്രൂപ്പിൽ കറങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ് എന്താണ് കക്കൂസ് മാലിന്യത്തിൽ കൈയിട്ട് വാരിയവൻ എന്നുള്ള ഒരു ഇതറേ നാറാൻ വേറെ ഇല്ല. ഇത് ഈ യമാന്റെ ഫോട്ടോ ഉണ്ട്. രണ്ട് പോലീസുകാർ അപ്പുറം ഈ പുള്ളിക്ക് നടക്കാൻ വയ്യ, കാലുളുക്കി പോയി. ഈ മേളിൽ നിന്ന് എടുത്ത് ചാടിയ ഓട്ടത്തില് എന്താണെന്നറിയാമോ, ഇയാൾ ശ്രമിച്ചത് ഈ കയ്യേലേതും ഈ അടയാളങ്ങളെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ശരിക്കും ഇതാ ഈ പറഞ്ഞ പോലെ ഈ തീട്ട വണ്ടിക്കാർ പണി കൊടുത്തതാണ്. അവർ പണി കൊടുക്കാൻ കാരണമുണ്ട്. ഇയാൾ ഇതുപോലെ പലരുടെ നിന്നും പൈസ വാങ്ങിച്ചു. ശ്രദ്ധിച്ചോണം, ഇയാൾ പലരുടെ നിന്നും പൈസ വാങ്ങിച്ചു. വാങ്ങിച്ചേച്ച് ഇയാൾ പിന്നെ പോയി വണ്ടി പിടിക്കുക. പൈസ കൊടുക്കൽ വാങ്ങലുകൾ സുതാര്യമായിരിക്കും. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കൽ. ഇയാൾ കൈക്കൂലി മേടിച്ചെങ്കിൽ കൈക്കൂലി കാര്യത്തിൽ ഒരു നേരും നെറിയും വേണം. പക്ഷെ പുള്ളി നല്ലവൻ ചമഞ്ഞ് പിന്നെ വണ്ടി പിടിക്കുകയാണ്. ഈ ഒരുത്തൻ ഇന്ന് 50,000 കൊണ്ട് കൊടുത്തു, ഇന്ന് വൈകിട്ട് അവൻ്റെ 2 വണ്ടി പിടിച്ചു, വീണ്ടും അവന് 50,000 രൂപ പിഴയാണ്. അപ്പോൾ അവൻ ചെന്നിച്ചു, സാറേ ഞാൻ പൈസ തന്നതല്ലേ, എന്തിനാ സാറേ ഇത്? എടോ എനിക്ക് പിടിക്കരുതെന്നുണ്ടായിരുന്നു. SP വിളിച്ച് എന്നോട് ഫയർ ചെയ്തു. പിന്നെ എനിക്ക് വണ്ടി പിടിച്ചാൽ പറ്റും, ഞാൻ പിടിച്ചത് അത് SP തലയിൽ വെച്ച് കൊടുക്കും. ഞാൻ അതിനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ സ്വമേധയാ പിടിച്ചതല്ല, എന്നിലൂടെ പിടിക്കപ്പെട്ടതാണ്, SP പിടിച്ചോണ്ട് പോയതാണ്. അപ്പോൾ അതാണ് അപ്പോൾ ഇന്നത്തെ പോലീസ് ഗ്രൂപ്പ് മുഴുവൻ ഇതാണ്. പോലീസുകാരുടെ ഗ്രൂപ്പിൽ അത് കുറേ സാധനങ്ങൾ കുറേ പോലീസുകാർ നമുക്ക് അയച്ചു. അപ്പോൾ അതാണ് കക്കൂസ് മാലിന്യത്തിൽ കൈയിട്ട് വാരിയവനെ തന്നെ ആദ്യം പിടിച്ചു. ഇത് അന്വേഷിക്കേണ്ട ഇയാളെ ബാക്കി സമ്പാദ്യം, ഇയാൾ ജോലി കയറുമ്പോൾ എത്ര സമ്പാദ്യമുള്ള, വീട്ടിൽ എത്ര സ്വത്തുണ്ട്, ഇയാൾ ഇപ്പൊ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്നുള്ളത് അന്വേഷിച്ച് നോക്കേണ്ടത്. ഇയാള് സർക്കാരിന് വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് ഇവരെല്ലാം നേരത്തെ ഇരുന്ന CPM-ന്റെ നേതാക്കൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയൊക്കെ കൈക്കൂലി അഴിമതിയൊക്കെ നടത്തിയിട്ടും ഇയാൾക്ക് ലോക്കൽ പോസ്റ്റിംഗ്. ഈ ലോക്കൽ പോസ്റ്റിംഗ് അതുകൊണ്ടാണ് കിട്ടിയത്. എന്താണെങ്കിലും ആഭ്യന്തരമന്ത്രിയുടെ തുടക്കം നന്നായിട്ടുണ്ട്. ഒരു നാറ്റ കേസോട് കൂടി തന്നെയാണ് പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും കേരള പോലീസിനെ ശുചീകരിക്കാനാണ് ആദ്യം ഇറങ്ങിയത്. ആദ്യം ടോയ്ലറ്റ് മാലിന്യത്തിൽ നിന്ന് തന്നെയുള്ള വേറെ കാര്യം, ഈ കൈക്കൂലി കേസിൽ പിടിച്ചു നമ്മളെല്ലാം വാർത്ത കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന പല കക്ഷികളും പിന്നീട് സർവീസ് തിരിച്ചു കയറിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എന്താണ് ഇത് ഇവരെ പിടികൂടുമ്പോൾ ചേർക്കുന്ന വകുപ്പുകളുടെ ആ ശക്തി കുറവുണ്ടാകാനാണോ ഇവരെ സർവീസ് തുടരാൻ? അത് മാത്രമല്ല, വേണ്ടപ്പെട്ടവർ എനിക്ക് തോന്നുന്നു വിജിലൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കും എന്ന് തോന്നുന്നു. മാത്രമല്ല ഇതിന്റെ ഫോളോ അപ്പുകൾ വളരെ കുറവാണ്. ഈ കൊച്ചു ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ അറ്റൻഡർ 500 രൂപ മേടിച്ച് അവരെയൊക്കെയാണ് ശിക്ഷിക്കുന്നത്. അതല്ലാത്ത വലിയ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയവരെ ഒന്നും ശിക്ഷിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇതൊരു വലിയ നമുക്ക് ഒരേ സമയം തമാശയും ഒരേ സമയം ഗൗരവമേറിയ ഒരു കാര്യമാണ്. DYSPയുടെ ഓട്ടം നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. വിജിലൻസ് വരുന്നു എന്ന് പറഞ്ഞു ഓട്ടം അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പോലീസ് ഓട് പൊളിച്ച് വീടിനകത്ത് ഇറങ്ങി പലരെയും പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു പോലീസുകാരൻ ഓട് പൊളിച്ച് വീടിന് വെളിയിൽ 1-ാം നിലയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ഈ ഓപ്പറേഷനുകൾക്കെല്ലാം ഉള്ള ഒരു പിന്തുണ കൂടി നമുക്ക് അറിയിക്കാം.